ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സേതുവിൻ്റെ വീടാണ്. ഇവിടെ ആത്മഹത്യക്കുറിപ്പ് കണ്ടതിന് ശേഷം സച്ചി പറയുകയാണ്, എന്താണെങ്കിലും ഇനി നീ എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നീ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും വേണ്ട. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് പോകുമ്പോൾ ഇത് കേട്ട് ബാക്കി എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് സച്ചി പോയതിന് പിന്നാലെ തന്നെ കഥകടച്ച് നിലത്തേക്കിരുന്ന് പൊട്ടിക്കരയുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ആകെ തകർന്നിരിക്കുന്ന സച്ചിയും അർച്ചനയുമാണ്. അങ്ങനെ കുറച്ചു നേരങ്ങൾക്ക് ശേഷം സച്ചി ചെന്ന് കഥകൾ മുട്ടുമ്പോഴും അർച്ചന കഥക് തുറക്കുന്നില്ല. തുടർന്ന് വിഷമത്തോടെ അവിടെ നിന്നും പോകുന്ന സച്ചിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തികയ്ക്ക് ബോധം വരുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അവന്തിക തൻ്റെ കൈ നോക്കുമ്പോൾ തൻ്റെ കയ്യിലും കാലിലും ഒന്നും തന്നെ കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. തുടർന്ന് അവന്തിക പതിയെ എങ്ങനെയൊക്കെയോ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മുറിയുടെ പുറത്തേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനിരുദ്ധനും മൂർത്തിയും ജോലിക്കാരിയും കൂടി കയറി വരുന്നത്. ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കൊള്ളാൻ അവന്തിക പറയുമ്പോൾ അമ്മാവനൊരു ദുഷ്ടൻ തന്നെയാ മോളെ, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അനിരുദ്ധൻ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അവന്തിക അനിരുദ്ധന്റെ കഴുത്തിന് കുത്തി പിടിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നെ കൊന്ന് എല്ലാം തട്ടിയെടുക്കാമെന്നായിരുന്നു അല്ലേ നിങ്ങൾ വിചാരിച്ചത്? തന്നെ ഞാൻ വിശ്വസിച്ചു പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? താനിനി ജീവിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധന്റെ കഴുത്തിലെ പിടിമുറുക്കുകയാണ് അവന്തിക. ഇവളെ പിടിച്ചു മാറ്റാൻ അനിരുദ്ധൻ പറയുമ്പോൾ മൂർത്തിയും ജോലിക്കാരിയും കൂടി അവന്തികയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവന്തിക ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. തുടർന്ന് അവന്തികയെ മൂർത്തിയും ജോലിക്കാരിയും ചേർന്ന് കട്ടിലേക്ക് കിടത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സംഗതി ഏറ്റിട്ടുണ്ടല്ലേ എന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ അടുത്ത ഡോസ് ഇപ്പോൾ കൊടുക്കണോ എന്ന് ജോലിക്കാരി ചോദിക്കുന്നു. വേണ്ട, ഇനി കൊടുത്താലേ അവൾ ചത്തുപോകും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവളെ കൊണ്ട് ചെയ്യിക്കാനുണ്ട്. അത്രയും നാളത്തേക്ക് ഇവള് ജീവനോടെ തന്നെ ഉണ്ടാവുകയും വേണം. ഇവളിങ്ങനെ കിടന്നാൽ അത് നമുക്ക് പ്രശ്നമാകുമെന്ന് മൂർത്തി പറയുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ എന്നും കൂടുതൽ വയലൻ്റ് ആവുകയാണെങ്കിൽ ഇനിയും നമുക്ക് ഡോസ് കൂട്ടി തന്നെ കൊടുക്കാമെന്നും അനിരുദ്ധം പറയുന്നു. ഇവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ ഡോക്യുമെൻസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാനായി അഡ്വക്കേറ്റ് പോറ്റിയോട് പറയണം. അതേസമയം അവന്തിക അഭിനയിച്ചായിരുന്നു ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നത്. ഇവിടെയും അനിരുദ്ധന്റെയും പദ്ധതികളെല്ലാം അറിയാനായി അവന്തിക കളിച്ചൊരു നാടകമായിരുന്നു അത്. അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവന്തിക അന്വേഷിച്ച് വരുന്നവരോട് നമ്മൾ എന്ത് പറയുമെന്ന് മൂർത്തി ചോദിക്കുന്നു. അതൊക്കെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാം, പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാളെ കമ്പനിയിൽ അവന്തികയ്ക്ക് പകരമായി ചാർജ് എടുക്കാൻ പോകുന്നത് ഞാനായിരിക്കും. എല്ലാവരോടും അവള് യൂറോപ്യൻ ട്രിപ്പിന് പോയെന്നും നമുക്ക് പറയാം. നമുക്കങ്ങനെ തള്ളി നിൽക്കാമെന്ന് അനിരുദ്ധം പറയുമ്പോൾ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് മൂർത്തി ചോദിക്കുന്നു. ഡോക്യുമെന്റ്സ് എല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഇവളെ കൊണ്ട് ഒരാവശ്യവുമില്ല, ഇവളെ അങ്ങ് തീർത്തേക്കാം. എന്നിട്ട് ഇവള് യൂറോപ്യൻ ട്രിപ്പിൽ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചതായിട്ട് നമുക്ക് വരുത്തി തീർക്കാം. ഡോക്യുമെന്റ്സിൻ്റെ കാര്യമെല്ലാം ഞാൻ ഏറ്റെന്ന് കൂടി അനിരുദ്ധം പറയുമ്പോൾ മൂർത്തി പറയുകയാണ്, വിശ്വസിക്കാൻ പറ്റില്ല, ഇവള് ചിലപ്പോൾ ബോധം കെട്ടതായി അഭിനയിച്ച് കിടക്കുകയായിരിക്കും. ഇത് കേൾക്കുന്ന അനിരുദ്ധൻ അവന്തികയെ നോക്കുകയാണ്. ഇല്ല, ബോധം പോയത് തന്നെയാ. എന്താണെങ്കിലും ഉണരുമ്പോൾ അടുത്ത ഡോസ് കൂടി കൊടുത്തേക്ക്. അവർ മുറിയിൽ നിന്നും പോയതിനു ശേഷം അവന്തിക എഴുന്നേൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്നതാണ്. എന്നാൽ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്ന കാണുന്ന സച്ചി സംശയത്തോടെ അകത്തേക്ക് നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അന്ന് സച്ചി ഡോക്ടറെ വിളിക്കുമ്പോൾ ഡോക്ടർ ലക്ഷ്മിയും ഗോവിന്ദും കൂടി ഇന്നലെ രാത്രി തന്നെ UK പോയെന്നും തന്നെ ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെന്ന് ആ കുട്ടി പറഞ്ഞിരുന്നെന്നും പറയുകയാണ്. ഇത് കേൾക്കുന്ന സച്ചിക്ക് രാത്രി ലക്ഷ്മിയുടെ കോള് വന്ന കാര്യമെല്ലാം ഓർമ്മ വരുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ അർച്ചനോടെല്ലാം തുറന്നു പറയണമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സച്ചി വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന അർച്ചനയാണ്. അർച്ചനയുടെ മാറ്റം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ധനുഷും സ്നേഹയും അനഘയും ആതിരയും. പിന്നീട് കാണിക്കുന്നത് സച്ചി വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. സച്ചിയുടെ ഇത് എവിടെയായിരുന്നു? അർച്ചനടുത്ത് ഇപ്പോൾ നോർമലായിട്ടുണ്ട്. ഇന്നലെ രാത്രി വഴക്ക് നടന്നതിൻ്റെ ഒരു ഭാവവും ആ മുഖത്തില്ലെന്ന് സന്തോഷത്തോടെ പറയുകയാണ് സ്നേഹ. ഇത് കേൾക്കുന്ന സച്ചിക്കും സമാധാനമാകുന്നു. അതേസമയം സേതുവിനുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് സന്തോഷത്തോടെ ചെല്ലുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.